നമ്മളൊരു കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഓരോ മൂവീസിൻ്റെയും ഓൺലൈൻ റിവ്യൂസ് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടു വന്നിരുന്നൊരു സംഭവമാണ് സ്ക്രിപ്റ്റ് കുറച്ച് ആവറേജ് ആയിരുന്നു, അതല്ലെങ്കിൽ തിരക്കഥ കുറച്ച് മോശമായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു മികച്ച മേക്കിംഗ് കാരണം ഓഡിയൻസിന് ആ ഒരു മൂവി ടിൽ ദി വെരി എൻഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് നന്നായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. അതായത് നമ്മളൊരു നായകൻ്റെ ബേസിസിൽ മാത്രമോ അതല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിസിലോ മാത്രം നമ്മൾ ഒരു മൂവീനെ ഇവാലുവേറ്റ് ചെയ്യൽ നിർത്തി ആ ഒരു മൂവിയുടെ എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു മൂവിക്ക് റിവ്യൂ പറയുന്ന ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറാണ് അതല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങി, കാസ്റ്റിംഗ് തുടങ്ങി, നമ്മൾ ക്യാമറ ഗിയറും എല്ലാം അറേഞ്ച് ചെയ്തു. പക്ഷെ നമ്മളൊരു ഷോട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. ബട്ട് വാട്ട് ഇഫ് ഐ സേ നമ്മൾ എടുക്കുന്ന ഓരോ ഫ്രെയിമും ഒരു സിനിമ ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. സോ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. മേ ബി നമ്മുടെ നായകൻ ഒരു കാറിനകത്തിരുന്ന് ഒരു ഫോൺ കോൾ ചെയ്യുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന സീൻ വിചാരിക്കും. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസാണ്. നമ്മൾ എങ്ങനെ ഫ്രെയിം ചെയ്യും, ഏതാണ് ഏറ്റവും നല്ല ക്യാമറ ആംഗിൾ, ആ ഒരു കാറിനകത്ത് നമ്മൾ എങ്ങനെ ലൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ എക്സ്പ്രഷൻസും അതിൻ്റെ അഭിനയവും എങ്ങനെയായിരിക്കും, നമുക്കങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. പക്ഷേ ഇവിടെയാണ് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഷോർട്ട് ഡെക്ക് എന്നാണ്. ഇറ്റ്സ് നത്തിങ് ജസ്റ്റ് എ മാസീവ് ലൈബ്രറിയാണ്, ഒരു വലിയ ലൈബ്രറി. അതായത് നമ്മുടെ ഹോളിവുഡ് മൂവീസിലെ ഹൈ ക്വാളിറ്റി ഇമേജസ് അല്ലെങ്കിൽ ഫ്രെയിംസ് കൺസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർലി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഈ ഒരു ഷോർട്ട് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മൂവി വൈസോ അതല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഷോർട്ട് വൈസോ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേഗം PC-ലോട്ട് പോയി ഈ ഒരു സൈറ്റ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ഓരോ ഫ്രെയിമും നമുക്ക് എങ്ങനെ ആ ഒരു സിനിമ ക്വാളിറ്റിയിലോട്ട് എത്തിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഷോർട്ട് ഡെക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിക്കണം. നമുക്ക് ഇവിടെ ഒരുപാട് കാറ്റഗറി വൈസ് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. സെർച്ച് ബൈ ഫിലിം, ആക്ടർ, ലൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നേരത്തെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ നായകൻ കാറിനകത്തിരിക്കുന്ന ആ ഒരു സീൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെർച്ചിൽ പോയിട്ട് നമ്മൾ കാർ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ടാഗിനകത്ത് വരുന്ന ഒരുപാട് റിസൾട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓരോ മൂവിയിലെയും ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ടേമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് റിസൾട്ട്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിൽ ഈ ഒരു ഷോട്ട് എനിക്ക് ഇഷ്ടമായി നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് ആ ഒരു ഫിലിമിൻ്റെ പേര്, അതിന് ജോൺറെ, അതിന് ഡയറക്ടറിൻ്റെ നെയിം, സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം നമ്മുടെ നായകൻ കാറിലിരുന്ന് ഫോൺ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു സെർച്ച് നമുക്ക് അവിടെ ഒരു ആഡ് സെർച്ച് ടൈം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഇനി ഫോൺ കോൾ എന്നുകൂടി നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാർ വന്നു, ഫോൺ കോൾ വന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് കാറിലിരുന്ന് ഫോൺ ചെയ്യുന്ന നമ്മുടെ നായകനാണ്. അപ്പോൾ ഇതിനകത്തൊരു ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഇനി ആ ഒരു ഫ്രെയിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം ആണെങ്കിൽ നമുക്ക് അടുത്തൊരു റെഫറൻസ് ഇവിടെ എടുക്കാം. ഇവിടെ നമുക്ക് കാറിനകത്ത് ഫോൺ ചെയ്യുന്ന ഒരു നായകനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ല, നമ്മുടെ നായകനൊരു ബോസാണ്, ബാക്ക് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് ടോൺ നമുക്ക് പിടിക്കാം. ഈ ഒരു ആംഗിൾ നമുക്ക് നമ്മുടെ ഫ്രെയിമിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്നും പോരാ, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മീഡിയ ടൈപ്പ് എന്ന് കാണാം. നമുക്കൊരു മൂവി വേണമെങ്കിൽ നമുക്ക് മൂവി സെലക്ട് ചെയ്യാം. ആ ഒരു മൂവിയുടെ ജോൺറെ, നമ്മൾ എന്ത് ഷോർട്ട് ഫിലിമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ മേ ബി ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിം ആയിരിക്കാം, അതായത് ഒരു കോമഡി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ പോയിട്ട് കോമഡി സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്കതല്ല, നമ്മളിവിടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ്, നമ്മൾ എപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് നമുക്കൊരു 90s അല്ലെങ്കിൽ ഒരു 2020 ആ ഒരു റേഞ്ചിലെ ഷോട്ടുകൾ വേണോ, അതൊരു 90s ഒരു വിൻറ്റേജ് ടൈപ്പ് വേണമെങ്കിൽ നമുക്കിവിടെ ഇയർ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കളർ, ഇൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഷോട്ട്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴാണ് ആ ഒരു ഷോട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്, കാലത്താണെങ്കിൽ നമുക്കവിടെ ഡേ ടൈം സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ആണെങ്കിൽ നമുക്ക് നൈറ്റ് ടൈം ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇവിടെ ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് പോയി നമുക്ക്
ആസ്പെക്ട് റേഷ്യോ, ഫോർമാറ്റ്, കോമ്പോസിഷൻ, ലൈറ്റിംഗ് ടൈപ്പ്, അങ്ങനെ നമുക്ക് ഒരുപാട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ, എത്ര ആൾക്കാർ ഒരു കാറിൽ വേണം, ഒരാൾ മതിയോ, 2 ആൾക്കാർ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നമ്മുടെ ഓരോ ഫിൽറ്റർ അനുസരിച്ചുള്ള റിസൾട്ട്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ നമുക്ക് ആ ഒരു ആക്ടറിനെ നമുക്ക് ഡിറക്റ്റ് ചെയ്യണം, ആളുടെ മുഖത്ത് ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടൊരു ലുക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ആ ഒരു സീൻ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡിപ്രഷന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഹെയർ എന്ന് പറയുന്ന ഒരു മൂവിയിലത്തെ ഷോട്ടാണ്. ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണ്. ഇനി അതല്ല ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സീൻ വേണം, അതല്ലെങ്കിൽ ഷോകടിച്ചിരിക്കുന്ന ഒരു സീൻ വേണോ, അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെഫറൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോർട്ട് ഫിലിമിലും നല്ലൊരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വെച്ച് നിങ്ങൾ എടുക്കുന്ന ഓരോ ആവറേജ് അതല്ലെങ്കിൽ ഓരോ ഓർഡിനറി ഷോട്ടും നമുക്ക് ആ ഒരു സിനിമ ക്വാളിറ്റിയിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒരു പ്രോപ്പർ റെഫറൻസ് എടുക്കുക, ആ ഒരു റെഫറൻസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളെ ഓരോ ഷോട്ട് കാണുമ്പോഴും ആ ഒരു റിച്ച്നെസ് അതല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഓഡിയൻസിന് ഫീൽ ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗിയറിനെയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമുക്കൊരു 500 രൂപയ്ക്ക് നമുക്ക് ഒരു സിനിമാറ്റിക് ലൈറ്റിംഗ് സെറ്റപ്പിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരുന്ന ആ ഒരു കാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അവരും ഇനി തൊട്ട് ക്വാളിറ്റി കണ്ടൻസ് ഇറക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിലും കാണാം. അതുവരെ ബൈ, പീസ്.